ബബ്ലിയുടെ അമ്മായി അമ്മയും നാത്തൂൻ ദീപികയും അവൾ സ്ത്രീധനം കൊണ്ടുവരാത്തതുകൊണ്ട് പലപ്പോഴും അവളെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. അത് മാത്രമല്ല, എല്ലാ ജോലികളും അവൾക്ക് തനിയെ ചെയ്യേണ്ടതായി വന്നു. ദീപിക ദിവസവും പഠിക്കാനെന്നുള്ള വ്യാജേന തന്റെ മുറിയിൽ തന്നെയായിരുന്നു. അതിനാൽ പാവം അവൾ എല്ലാ വിഷമങ്ങളും ഒന്നും മിണ്ടാതെ സഹിച്ചുകൊണ്ടിരുന്നു. അതൊരു വ്യാഴാഴ്ചയായിരുന്നു. എങ്ങനെയുള്ള മരുമകളെയാണ് നീ കൊണ്ടുവന്നത്? അവളുടെ മാതാപിതാക്കൾ സ്ത്രീധനമൊന്നും കൊടുത്തയച്ചിട്ടില്ല. അതെ, പെൺകുട്ടികൾ ജനിക്കുന്ന അന്ന് തന്നെ മാതാപിതാക്കൾ സ്ത്രീധനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കും. എന്നാൽ അവരോ മകളെ ഒഴിഞ്ഞ കൈയുമായാണ് പറഞ്ഞത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഭംഗിയും പഠിപ്പും ബുദ്ധിയുള്ളതുമായ കുട്ടിയാണ്. പിന്നെന്തിനാണ് സ്ത്രീധനം ചോദിക്കുന്നേ? നമുക്ക് ആവശ്യത്തിന് പണമൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ സാധിക്കില്ല. നീ അവളെ അവളുടെ അമ്മ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് വാ. അമ്മേ, അതെങ്ങനെയാണ് സംഭവിക്കുക? അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് 6 മാസം പോലും ആയില്ലല്ലോ. നീ പോകുന്നോ അതോ ഞാൻ അവളുടെ വീട്ടുകാർക്ക് ഫോൺ ചെയ്യട്ടെ? അമ്മേ, ഒരു 2-3 ദിവസം കൂടി ക്ഷമിക്ക്. ഇപ്പൊ വേണ്ട. ആ കുടുംബത്തിന് ഇത് എത്ര അപമാനമായിരിക്കും. കൊള്ളാം മോനെ, നമ്മൾ എന്തുമാത്രം മാനക്കേടാ സഹിക്കുന്നത്. 4 ഭാഗത്തു നിന്ന് എല്ലാവരും കാറി തുപ്പാൻ തുടങ്ങി. സ്ത്രീധനം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അവർക്കെന്താ? അനൂപ് അവിടെ നിന്നും ബബ്ലിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ജനാലയുടെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബബ്ലി, എന്താ സംഭവിച്ചത്? നീ എന്തിനെങ്ങനെ കരയുന്നേ? നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നു. ഉടനെ എന്നെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടൂ. എനിക്ക് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ല. ശരി, ആദ്യം നീ നിന്റെ കണ്ണൊന്ന് തുടയ്ക്ക്. നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാ രാവിലെ തന്നെ ഞാനൊരു കൂട്ടുകാരനെ പോയി കണ്ടത്. ഇതൊരു മന്ത്രശക്തിയുള്ള പെർഫ്യൂമാ. ഇത് നീ അടിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിന്നെ വഴക്ക് പറഞ്ഞാലും അതിൽ നിനക്ക് വിഷമം തോന്നില്ല. മാത്രമല്ല, നിന്റെ ജോലിയും എളുപ്പം തീരുന്നതായിരിക്കും. പക്ഷേ ഈ പെർഫ്യൂം കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന പോലെ ഒന്നും ചെയ്യരുത്, മനസ്സിലായോ? അവൾ ഉടനെ പെർഫ്യൂം വാങ്ങി. ഓ, താങ്ക്സ് അനൂപ്. അതെ, ഞാൻ വിചാരിച്ചു അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന്. പക്ഷേ നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഷ്ടമാണ്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് ബബ്ലി. ബബ്ലി പാക്കറ്റ് തുറന്നു, വേഗം പെർഫ്യൂം ഇട്ടു. എന്നിട്ട് അമ്മായിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. അതെ മരുമകളെ, നീ എത്ര നാൾ ഇങ്ങനെ വിശ്രമിക്കും? ചെല്ല്, കിച്ചണിൽ പോയി ചൈനീസ് വിഭവം ഉണ്ടാക്കിയിട്ട് വാ. നിന്റെ നാത്തൂൻ ദീപികയുടെ ചില കൂട്ടുകാരികൾ ഇവിടെ വരുന്നുണ്ട്. ശരി അമ്മേ, ഞാൻ ഉടനെ ഉണ്ടാക്കിക്കോളാം. ഈ പെണ്ണിന് ഒരു കുലുക്കവും കാണുന്നില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും അതൊന്നും അവളെ ബാധിക്കുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല. ഇവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ദമയന്തി എന്നല്ല. ബബ്ലി ഒന്നുമില്ലാതെ അടുക്കളയിൽ ചെന്ന് ഭക്ഷണമുണ്ടാക്കി. ചൈനീസ് ഫുഡ് അവൾക്കും അനൂപിനും വളരെയധികം ഇഷ്ടമായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ അവൾ നൂഡിൽസും മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും എല്ലാം ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കുമ്പോൾ, വാവ്, നൂഡിൽസും മഞ്ചൂരിയനും. ആന്റി, നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണോ? വളരെ രുചിയായിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാൻ സ്വയം ഉണ്ടാക്കിയതാ. ആന്റി, പ്ലീസ് ഞങ്ങളെ കൂടി പഠിപ്പിച്ചു തരുമോ? നാളെ ഞങ്ങൾ ആന്റിയുടെ അടുത്തുനിന്ന് പഠിക്കാൻ വരും. ആ, പഠിക്കാൻ വന്നോ? അനൂപിന്റെ അച്ഛൻ ജനാർദ്ദൻ ബാബു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയും അച്ഛനും കൂടി ഭക്ഷണം കഴിക്കേ. ആ, വേഗം ഞങ്ങൾക്കും കൂടി വിളമ്പിത്താ. ദീപികയുടെ ഫ്രണ്ട്സ് ആഹാരം കഴിച്ച് തിരിച്ചു പോയിരുന്നു. വരൂ ബബ്ലി, വരൂ. നിന്റെ കൈക്ക് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇതുപോലൊരു ചൈനീസ് ഫുഡ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല മോളെ. അത് ശരി, എപ്പോഴാണ് നീ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്? ഇതിനു മുമ്പ് നീ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ശരി, ഞാൻ കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരെയും കൂടി ഒന്ന് പഠിപ്പിക്കാമോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ? ഞാൻ ആ പെൺകുട്ടികളോട് ഒഴിവുകഴിവ് പറഞ്ഞോളാം. ബബ്ലി ചിരിച്ചുകൊണ്ട് തനിക്കും അനൂപിനുമുള്ള ആഹാരവും എടുത്തുകൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. പറയൂ മേഡം, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ബബ്ലി ചിരിച്ചുകൊണ്ട് അനൂപിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. കൊള്ളം ബബ്ലി, സത്യത്തിൽ എല്ലാത്തിനും നല്ല രുചിയാ. നീ ഇത്ര നന്നായി പാചകം ചെയ്യുമെന്ന് ഞാനും അറിയാതെ പോയല്ലോ ബബ്ലി. അനൂപ്, ഈ പെർഫ്യൂമിന് മന്ത്രശക്തി ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നില്ലേ? എനിക്ക് തന്നെ അറിയില്ല ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് ഇത്ര നന്നായി ഉണ്ടാക്കിയതെന്ന്. ഞാൻ ഇതുവരെ ഭക്ഷണം മാത്രമല്ല ചായ പോലും ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ മുറിക്ക് പുറത്തുനിന്ന് ദീപിക എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ബബ്ലിയെ വിളിക്കാൻ വന്നതായിരുന്നു. ഏടത്തിയമ്മേ, അമ്മ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അവൾ പ്ലേറ്റ്സും എടുത്തുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി. ചെല്ല്, ഇപ്പൊ എന്താ പറയാന്നറിയാലോ. നോക്ക്, ഇന്ന് വേലക്കാരി വരുന്നില്ല. വേഗം ചെന്ന് പാത്രങ്ങളെല്ലാം കഴുകി വെക്കേ. ശരി, കഴുകി വെക്കാം. ഇത്രയധികം പാത്രങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ പാത്രങ്ങളിൽ കൈവച്ച ഉടൻ തന്നെ എല്ലാ പാത്രങ്ങളും
സ്വയം കഴുകി വൃത്തിയായി അടുക്കി വെച്ചു. അവൾ അടുക്കളയിൽ നിന്ന് വീണ്ടും തന്റെ മുറിയിലേക്ക് ചെന്നു. എവിടെയായിരുന്നു? അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിയായിരുന്നു. ഇത്രയും പെട്ടെന്ന് പാത്രം കഴുകി കഴിഞ്ഞോ നീ? നിങ്ങൾ മറന്നോ ആ മാന്ത്രിക ശക്തിയുള്ള പെർഫ്യൂം? ഓ അതെയല്ലോ, ആ കാര്യം ഞാൻ മറന്നുപോയി. ശരി, വാ, വന്ന് വിശ്രമിക്ക്. രാത്രി സിനിമ കാണാൻ പോവാ. ആ, വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുവരെ പുറത്തെങ്ങും പോയിട്ടില്ല. രണ്ടുപേരും വൈകുന്നേരം ഉടുത്തൊരുങ്ങി അവരുടെ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആന്റി വന്നിരിക്കുന്നത് കണ്ടു. മരുമകളെ, വിശ്രമിച്ച് കഴിഞ്ഞെങ്കിലേ പോയി ചായയും പക്കുവടയും ഉണ്ടാക്കിക്കൊണ്ട് വാ. ബബ്ലി ആന്റിയുടെ കാൽ തൊട്ട് വന്നിച്ചു. എന്നിട്ട് അനൂപിന്റെ മുഖത്തേക്ക് നോക്കി. അമ്മേ, ദീപിക എവിടെ പോയി? അവളോട് ഉണ്ടാക്കി കൊടുക്കാൻ പറ ചായ. ഞങ്ങള് സിനിമ കാണാൻ പോവാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. അവർ പുറത്തു പോയതിനു ശേഷം, ഏയ് ദീപിക, വേഗം പോയി ചായയും പക്കവടയും ഉണ്ടാക്ക്, ആന്റി വന്നിട്ടുണ്ട്. അമ്മേ, ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്ക. ഏടത്തിയമ്മയോട് പറ, അവർ ഉണ്ടാക്കി തരും. നിന്റെ ഏടത്തിയമ്മ സിനിമ കാണാൻ പോയിരിക്ക. എന്ത്? അവരിപ്പോൾ മുറിയിലല്ലേ? ഞാൻ ഇപ്പൊ വരാം. ഞാൻ പെർഫ്യൂം പൂശിയിട്ട് ഏടത്തിയമ്മയുടെ വേലത്തരം പുറത്തു കൊണ്ടുവരും. അമ്മ പറയുന്നത് വളരെ ശരിയാണ്. അവർ അമ്മ വീട്ടിലിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഏട്ടൻ അത് കേൾക്കില്ലല്ലോ. അവർ വന്നത് മുതൽ ഏട്ടൻ അവരുടെ മുന്നിലും പിറകിലും ചുറ്റിക്കൊണ്ടേയിരിക്കും. ദീപിക വേഗം എഴുന്നേറ്റ് ഏടത്തിയമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചിരുന്ന പെർഫ്യൂം എടുത്ത് പൂശി. അവൾ തന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയപ്പോൾ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. അമ്മേ, 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 ഇത് നോക്ക്, എന്റെ മുഖം എങ്ങനെയായെന്ന് കണ്ടോ? അയ്യോ, ഇതെന്താ മുഖം മുഴുവനും കറുത്ത പുള്ളികൾ? ഇതെങ്ങനെ സംഭവിച്ചു? നീ ആ മുറിയിൽ പോകുന്നതിന് മുൻപ് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ആരുടെയോ കണ്ണു തട്ടിയെന്നാ തോന്നുന്നത്. അല്ലമ്മേ, ഏടത്തിയമ്മയുടെ മുറിയിൽ ഒരു പെർഫ്യൂം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മാന്ത്രിക പെർഫ്യൂം ആണെന്ന് ഏടത്തിയമ്മ പറയുന്നത് ഞാൻ കേട്ടു. ഞാനത് പൂശിയ ഉടനെ എന്റെ മുഖം മുഴുവനും വിരൂപമായി. ദീപിക, ആരുടെയും സാധനങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഏടത്തിയമ്മ, നിങ്ങൾ ഇതുവരെ ഇവൾക്കിതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ശരി, മുഖം കഴുകിയിട്ട് വാ, നമുക്ക് ഇതൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ദമയന്തി, നീ ഓരോ കാര്യത്തിനും ധൃതി കാണിക്കുന്നത് എന്തിനാ? മരുമകൾ വരട്ടെ. ചിലപ്പോൾ ഇത് മാറ്റാനുള്ള പ്രതിവിധി അവൾക്കറിയാമായിരിക്കും. എന്നാൽ ദമയന്തിക്ക് ഒട്ടും ക്ഷമയില്ലായിരുന്നു. ഡോക്ടർ ചില മരുന്നുകൾ കൊടുത്തു. ഇത് ആഴത്തിൽ പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് മാറാൻ 6 മാസമെങ്കിലും വേണ്ടി വരും. അമ്മേ, ഇനി ഞാൻ എങ്ങനെ കോളേജിൽ പോകും? ഞാൻ എന്ത് ചെയ്യാനാ? പെർഫ്യൂം പൂശുന്നതിന് മുമ്പ് നീ എന്നോട് ചോദിച്ചിരുന്നോ? രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ അനൂപും ബബ്ലിയും തിരിച്ചെത്തിയിരുന്നു. അവർക്ക് സിനിമയ്ക്കുള്ള ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. അല്ല ദീപികെ, നിന്റെ മുഖത്തിന് എന്തു പറ്റി? ഏട്ടാ, ഏടത്തിയമ്മയോട് എനിക്ക് മാപ്പ് തരാൻ പറ. ഞാൻ ഏടത്തിയമ്മയോട് ചോദിക്കാതെ അവരുടെ പെർഫ്യൂം പൂശി നോക്കിയതാണ്. നീ എന്റെ അനിയത്തിയെ പോലെയാണ്. ഞാൻ നിനക്ക് മാപ്പ് തരാതിരിക്കൂ? നോക്കട്ടെ. ബബ്ലി കൈകൊണ്ട് തൊട്ട ഉടനെ ദീപികയുടെ മുഖം പഴയതുപോലെയായി. ആഹാ, ഇവളുടെ മുഖം ശരിയായി. എന്റെ മരുമകൾ ലക്ഷങ്ങളിൽ ഒരുത്തിയാണ്. അതെ, എന്റെ മുഖത്ത് അത്ഭുതം നടന്നിരിക്കുന്നു. ഏടത്തിയമ്മേ, എന്റെ പ്രിയപ്പെട്ട ഏടത്തിയമ്മ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തത് എന്റെ തെറ്റാണ്. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ജോലികളും ചെയ്യും. മാന്ത്രിക പെർഫ്യൂം ബബ്ലിക്ക് ആ വീട്ടിൽ എല്ലാ ബഹുമാനവും നൽകി ആദരിച്ചു.